ലോകേഷിന്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും വീക്കസ്റ്റ് മൂവിയാണ് കൂലി. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്ന വെച്ചാൽ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. ഈ ഒരു സിനിമയിൽ ഒന്നുമില്ല. ഒരു വൺ ലൈനിൽ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഒരു റിവെഞ്ച് മൂവിയിൽ വരുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടുമടുത്തെന്ന് വെച്ചാൽ 20-30 വർഷത്തിന് മുമ്പ് ഇറങ്ങുന്ന മൂവീസ് ഉണ്ടല്ലോ, ഒരു റിവെഞ്ച് ബേസ്ഡ് മൂവി. അതായത് ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഫാമിലിയുള്ള ഒരാളെ തൊടും, അയാളെ റിവെഞ്ച് ചെയ്യാനായിട്ട് വേറൊരാളെ തിരിച്ചു വരും. അത് തന്നെയാണ് സിനിമ, വേറെ ഒന്നുമില്ല. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്ന് പലവരെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇതാണ്. അമീർ ഖാൻ വന്നു, ഉപേന്ദ്ര വന്നു, നാഗാർജുന വന്നു, സൗബിൻ പോകുന്നു, ശ്രുതിഹാസൻ, രജനികാന്ത്, ഇനി വേറെ ആര് വേണം? ആ ഒരു ലെവലിലുള്ള സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവിയായിരുന്നു. വേസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ലിറ്ററലി ഞാൻ പറയും വേസ്റ്റ്. ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു മൂവി ലോകേഷാണ് ഡയറക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല മൂപ്പരാണ് ഇത് ഡയറക്ട് ചെയ്തതെന്ന്. ലിയോക്ക് എന്തുമാത്രം നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാം. സെക്കൻഡ് ഹാഫ് അതാണ് ഇതാണ്. സെക്കൻഡ് ഹാഫിലെ ഫ്ലാഷ് ബാക്ക് മാത്രം എനിക്ക് വർക്കായില്ല. പക്ഷെ ഓവറോൾ മൂവി വാസ് ലൈക്ക് കിഡിലെ മൂവി ആയിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ലിയോ ടോപ്പ് അല്ല, അതിന്റെ അപ്പുറത്തെ ലെവലിലൊക്കെ നിൽക്കുന്ന മൂവിയാണ്. ആൻഡ് ഈ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇതൊരു രജനികാന്ത് പടമാണെന്ന് എവിടെയും ഫീൽ ആവുന്നില്ല. നമ്മളെ തലവറിന്റെ പടം കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ആ ഒരു ഓറയുണ്ടല്ലോ, പേട്ടയിൽ കിട്ടിയില്ല. എന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജയിലർ ആയാലും ശരി, പേട്ടയായാലും ശരി, അല്ലെങ്കിൽ പണ്ടത്തെ തലവറിന്റെ മൂവീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഓറ, അത് മതി. ആ ഒരു എക്സ്പീരിയൻസ് മതി. ചിലപ്പോൾ സ്റ്റോറിയൊക്കെ ഭയങ്കര ആവറേജ് ആയിരിക്കും, പക്ഷെ ആ സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ ഒരു ഓറ വെച്ച് മൂവി വേറെ ലെവലിലൊക്കെ പോകും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. സ്റ്റോറി വൈസ് വെച്ചും പോകുന്നില്ല, അല്ലെങ്കിൽ രജനികാന്ത് പടമാണെന്നുള്ള ഒരു വൈബിലും ആ ഒരു ഓറയിലും എവിടെയും കണക്ട് ആവുന്നില്ല. അങ്ങനത്തെ ഒരു മൂവി. ഞാനിത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത് കേട്ടോ, അല്ലാതെ നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ ഫീൽ ചെയ്യാന്നല്ല. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. തിയേറ്റർ വാസ് ലൈക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അവാർഡ് പടത്തിന്, IFFK ഒക്കെ നമുക്ക് ഒരു അവാർഡ് പടത്തിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ ഇരുന്നു. ആദ്യത്തെ ഒരുപാട് സീക്വൻസ് ഒക്കെ ഭയങ്കര ക്ലാപ്പടിയായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ ഇൻട്രോ ഒക്കെ വരുമ്പോൾ വൻ ക്ലാപ്പടിയുണ്ട്. പിന്നീട് ആൾക്കാരൊക്കെ ഇരുന്ന് ഉറങ്ങുക, കാരണം അവർ മറന്നു ഈ ക്ലാപ്പടിക്കാനും ഈ ഒരു രജനികാന്ത് പടമാണെന്നുള്ള കാര്യം. അങ്ങനത്തെ രീതിയിലാണ് ഈ മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ വീക്ക് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി തന്നെയാണ്. ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഈ സ്റ്റോറി ആരുടെ 9 വർഷവും 10 വർഷവും ഇരുന്ന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അമീർ ഖാൻ ഈ സ്റ്റോറി കേട്ടിട്ടില്ല എന്നുള്ള കാര്യം സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പുള്ളിക്കാരൻ കേട്ടിട്ടില്ല. മൂപ്പട്ടത് എനിക്കൊന്നും വേറെ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്, റോളക്സ് പോലെയൊക്കെ കൊണ്ടുവരും, റോളക്സ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത് അതുപോലെയൊക്കെയാണ് ആശാനെ പ്രസന്റ് ചെയ്യുന്നതൊക്കെ വിചാരിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു ഓക്കെ സെറ്റ് മോനെ, ഞാൻ ദാ നിക്കറിട്ട് വരാം, ടാറ്റോ ഒക്കെ അടിച്ചാന്ന് പറഞ്ഞു. എന്തിനാടാ അമീർ ഖാനെ കൊണ്ടുവന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. അയാളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ സത്യം ഒരു ബീഡി വലിക്കാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ ഒന്നൊക്കെ പോകണം മനുഷ്യൻ. എന്ത് അവസ്ഥയാണ്. ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ എന്റെ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയോ, ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവിയാണ്, ഇവരൊക്കെ എങ്ങനെ പ്രസന്റ് ചെയ്യും? ഇവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും? ആ ഒരു ക്യാരക്ടർ ആർക്കും, നരേഷൻ, അവരുടെ ഡയലോഗ്സും, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സിനിമയിൽ കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു മൈൻഡിൽ. രജനികാന്തിനെ നമുക്കറിയാം പുള്ളിക്കാരൻ എങ്ങനെ പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ സിനിമയാണ്, പുള്ളിക്കാരൻ ആ ഒരു എന്റെ മൂവി വൺ സ്കോറിംഗ് ആക്കുന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ വരും എന്നൊക്കെയായിരുന്നു. പക്ഷെ ഒരു ക്യാരക്ടറിന് പോലും ഒരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നുപോയി, ഒരുപാട് ഇവരെ ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത ആ ഒരു ഇൻട്രോയും അല്ലെങ്കിൽ ക്യാരക്ടറും അടിപൊളിയാണ് തോന്നിയത് ഉപേന്ദ്രയാണ്. ആ ഒരു മനുഷ്യനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അയാളുടെ ഒരു ഇൻട്രോയും കൊള്ളാം, ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ഒരു സീക്വൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ആകെ കുറച്ചേ ഉള്ളെങ്കിലും ഉള്ള സാധനം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അടിപൊളിയായിരുന്നു. ആൻഡ് സൈമൺ ആയിട്ട് വന്ന നാഗാർജുന, പുള്ളിക്കാരന് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ഇവര് ബിൽഡ് ചെയ്ത പോലെ ആ ലെവലിലൊന്നും അല്ല. ആൻഡ് സൗബിൻ അടിപൊളിയായിരുന്നു. സൗബിൻ എനിക്ക് കുറച്ച് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ സൗബിന്റെ പെർഫോമൻസും അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും ഒരു ക്യാരക്ടർ ആർക്ക് ഒന്നും മനസ്സിലാവാനുള്ള ഇത് എന്താണ് ഉദ്ദേശിച്ചെന്നൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ സൗബിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ബാക്കി എല്ലാവരും അതിൽ ഒട്ടും ഒരു ഇമ്പാക്ട് ഇല്ല, അല്ലെങ്കിൽ എന്താണ് കാട്ടിക്കൂട്ടണം, എങ്ങോട്ടാണ് ഇത് പോകുന്നത്, എന്താണ് ചെയ്യണമെന്ന് മനസ്സിലാത്ത ഒരു ക്യാരക്ടറാണ് രജനികാന്തിന്റെ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കുറെ സീക്വൻസ് കാണിക്കണം, കുറെ സ്ലോ മോഷൻ ഫൈറ്റും ഡയലോഗ് ഡെലിവറിയും ബ്ലഡ് ഒക്കെ തെറിക്കണം, അതുകൊണ്ട് കുറെ സീക്വൻസ് ഇവിടെ വെക്കണം, ഇതുപോലെ കുറെ സീക്വൻസ് അപ്പുറത്തൊക്കെ വെക്കണം, ഇനി അവിടെ കുറെ സീൻ കൊണ്ട് ഇതുപോലെ കുത്തിക്കയറ്റണം. ഇങ്ങനത്തെ രീതിയിലാണ് സിനിമയിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. ഒരു ബേസ് ആയിട്ടുള്ള റിവൻ സ്റ്റോറി അതിനെ വാലിച്ച് നീട്ടി എന്റെ പൊന്നോ കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വരെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ലോകേഷിന്റെ തന്നെ ഇതിനു മുമ്പുള്ള പല മൂവീസിലും പല ക്യാരക്ടേഴ്സിനെ റെഫർ ചെയ്ത് ഇതിലും കുറെ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറയട്ടല്ലോ, ഒന്നും വർക്കായില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് അമീർ ഖാനെയാണ്. നാഗാർജുനായാലും ശരി, ഉപേന്ദ്ര ആയാലും സൗബിനായാലും ശരി, അവരെ എല്ലാം കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുഴുനീള സിനിമയിൽ അവർ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ അമീർ ഖാന്റെ ആവശ്യം എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അമീർ ഖാൻ ചുമ്മാ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓക്കെ അമീർ ഖാനെ വിളിച്ചിട്ട് ഒരു പടമുണ്ട്, 2 ഹെലികോപ്റ്റർ ഒന്നൊരു ബീഡി വലിച്ചിട്ട് ഈ ബീഡി എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ട് പോകണം. അവിടെ അമീർ ഖാന്റെ ഒരു സീക്വൻസ് ഒക്കെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അമീർ ഖാൻ എപ്പോ വരും, എങ്ങനെ വരും, എന്തായിരിക്കും ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ലാസ്റ്റ് അമീർ ഖാൻ വന്നപ്പോ അമീർ ഖാൻ വരട്ടെ പോട്ടെ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്.
സത്യം പറഞ്ഞല്ലോ നല്ല വിഷമമുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്നുമല്ല പ്രതീക്ഷിച്ചത്. എൽസിയോ അല്ല, ഇതൊരു സ്റ്റാൻഡേർഡ് അലോൺ മൂവിയാണെന്ന് എല്ലാം അറിയാം. പക്ഷെ എന്നാൽ നമ്മൾ ഇത്ര വലിയ സ്റ്റാർ കാസ്റ്റും ആ ഡയറക്ടറും അതിനു മുമ്പുള്ള ഡയറക്ടറുടെ ഫിലിമോഗ്രഫി എല്ലാം കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ മൂപ്പര് വേറെ ലെവലായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ ലോകേഷ് ഒരു വമ്പൻ പണ്ണലാണ് പണിയത്. അതായത് രജനീകാന്തിനെ മാത്രമല്ല പല ഇൻഡസ്ട്രിയിൽ നിന്ന് പലവരെയും വിളിച്ചു കൊണ്ടുവച്ച് ഒരു പണ്ണല് പണി. രജനീകാന്ത് ആയാലും നാഗാർജുന ആയാലും ഉപേന്ദ്ര ആയാലും സൗബിൻ ആയാലും അബീർ ഖാൻ ആയാലും എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ലോകേഷ് പണ്ണൽ അങ്ങ് പണിയിട്ട് വിട്ടു. ഇതൊരു ലോകേഷ് പടം അല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ രജനീകാന്ത് മാത്രമായിട്ട് ബാക്കിയുള്ള ആക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം ഇത് വൈപ്പ് ആവും. സീരിയസ്ലി ഈ ഒരു മൂവിയിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കാണുമ്പോൾ ഓക്കെ നൈസ് ആണെന്ന് തോന്നിയത് ഒരു വിന്റേജ് സീക്വൻസ്, ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു ഡി ഏജിങ് ചെയ്തിട്ട് തലവേറിന് ഉപേന്ദ്രയൊക്കെ വെച്ചിട്ട് ഒരു പഴയ ഒരു ഹാർബർ സീക്വൻസ് കാണിക്കുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഈ എൻ്റയർ മൂവിയിൽ മാൻ അത് ഒരു കിട്ടില്ല സീക്വൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇതിൽ ഇഷ്ടപ്പെട്ടു. അതൊരു ഫുൾ ലെങ്ത് മൂവിയായിട്ട് ചെയ്തിരുന്നെങ്കിലും വേറെ ലെവലായേനെ. ഞാൻ സിനിമയുടെ ഒരു എൻഡിലോട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ചോക്ക് ചെയ്ത് എൽസിയോ എല്ലാം ഓൾറെഡി അറിയാം, ഇനിയിപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ടൊക്കെ കൊണ്ട് വരുമോ എന്നൊക്കെ ഞാൻ പേടിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. സിനിമ അങ്ങ് തീർന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ചെയ്യാതെ ഇത് നേരെ വല്ല എൽസിയിലൊക്കെ കണക്ഷൻ എല്ലാം കൊണ്ടുവരുന്നെങ്കിൽ എന്റെ പൊന്നോ ഇറങ്ങി ഓടുകയെന്നല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ആയാലും മേക്കിംഗ് ആയാലും ബാക്കി എല്ലാ പരിപാടിയും അടിപൊളിയായിരുന്നു. അതിപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും കളറിംഗ് ആയാലും ഡി ഏജിങ് ആയാലും എല്ലാം ഇറ്റ്സ് ആൻഡ് എവറി എലമെന്റ് ലൈക്ക് ടെക്നിക്കൽ സൈഡ് എല്ലാം നൈസ് ആയിരുന്നു. പക്ഷെ മൂവിയുടെ സ്റ്റോറിയിലോട്ട് വരുമ്പോൾ അതാണല്ലോ ഒരു മൂവിയുടെ ബാക്ക് ബോൺ, ആ ഒരു പില്ലർ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ഇതാണ് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഓവറോൾ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ സമ്മാനിച്ച്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you so much.